ഇന്റീരിയർ ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ക്യാബിനറ്റ് ആൻഡ് ഷട്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് മോഡുലാർ കിച്ചൺ, വാർഡ്രോബ്, കോട്ട്, TV യൂണിറ്റ് പോലത്തെ ക്യാബിനറ്റ് ആൻഡ് ഷട്ടേഴ്സ്. ഈ ക്യാബിനറ്റ് ആൻഡ് ഷട്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫിനിഷിലും ക്വാളിറ്റിയിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ എടുത്ത് കാണിക്കുന്ന ഏരിയയാണ് ഇത്തരത്തിൽ നമ്മൾ ഷട്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ എഡ്ജ് എന്ന് പറയുന്നത്. ഈ എഡ്ജ് നമ്മൾ പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എത്ര ചെയ്താലും നമുക്ക് ആ ഒരു പ്രീമിയം ലക്ഷറി അല്ലെങ്കിൽ നല്ലൊരു അൾട്രാ ഫിനിഷ് കിട്ടാതെ പോകും. സോ അതുകൊണ്ട് തന്നെ ഈ എഡ്ജ് ചെയ്തെടുക്കുന്നതിന് നമുക്കിന്ന് പല മെത്തേഡുകളുണ്ട്. ഒന്ന്, നമ്മൾ നിലവിൽ തുടർന്ന് പോരുന്ന ഇവിടെ ഒട്ടിക്കുന്ന അതേ ലാമിനേറ്റിൻ്റെ എഡ്ജിൽ നമുക്ക് മാനുവലി ഒട്ടിക്കാൻ കഴിയും. അതല്ലാതെ പിന്നെ വരുന്ന സാധനങ്ങളാണ് എഡ്ജ് ബാൻഡുകൾ എന്ന് പറയുന്നത്. ഇത് പല തിക്നെസ് വേരിയന്റിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് 0.45, 0.8 അല്ലെങ്കിൽ 2mm എല്ലാം നമുക്ക് മാർക്കറ്റിൽ കിട്ടും. പക്ഷേ ഇത് ചെയ്യാൻ നമുക്ക് എപ്പോഴും മാനുവലി ചെയ്യാൻ പറ്റിയ 0.5mm തിക്നെസ് അതല്ലെങ്കിൽ 0.8 തിക്നെസ് ഒക്കെയാണ് നമുക്ക് മാനുവലി ഒട്ടിച്ചെടുക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ ഇവിടെ ഒട്ടിക്കുന്ന ലാമിനേറ്റിൻ്റെ എഡ്ജിൽ മാനുവലി ഒട്ടിക്കുന്നതിന് പകരം നിങ്ങൾ അതേ മാച്ച് കളറിൽ നിങ്ങൾക്ക് എഡ്ജ് ബാൻഡ് അവൈലബിൾ ആണെങ്കിൽ അത് ഒട്ടിച്ചാൽ ഒന്നും കൂടി ഫിനിഷ്ഡ് ആയിട്ട് കിട്ടും. ഇനി അതല്ലെങ്കിൽ പിന്നുള്ളൊരു ഓപ്ഷനാണ് ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ 2mm എഡ്ജ് ബാൻഡ് ചെയ്യുക എന്നുള്ളത്. 2mm ചെയ്യുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ മാക്സിമം ഫിനിഷിൽ വരും. പിന്നെ അതിൻ്റെ എഡ്ജ് കുറച്ചും കൂടി മോൾഡായിരിക്കും, കുറച്ചും കൂടി ഡ്യൂറബിളും ആയിരിക്കും. പക്ഷേ ഫാക്ടറി സംവിധാനം ഇല്ലാത്തവർക്ക് ഒരിക്കലും ഇങ്ങനൊരു തിക്നെസ് കൂടിയ എഡ്ജ് ബാൻഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ വരും. തിക്നെസ് കൂടിയ എഡ്ജ് ബാൻഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എഡ്ജ് നമുക്ക് ഇങ്ങനെ മോൾഡായി ഇരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഫിനിഷ്ഡ് ആയിട്ട് നമുക്ക് കിട്ടും. ഒരു പ്രീമിയം അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടഡ് ഷട്ടർ ഫിനിഷിൽ നമുക്ക് ഇതെടുക്കാൻ കഴിയും. അപ്പോൾ ഷട്ടേഴ്സിൻ്റെ എഡ്ജ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പരമാവധി എഡ്ജ് ബാൻഡ് അവൈലബിൾ ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഫാക്ടറികളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്താൽ അതൊന്നുകൂടി ഫിനിഷ്ഡ് ആൻഡ് ഡ്യൂറബിൾ ആയിരിക്കും.